ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ അവാർഡിൻ്റെ കുറച്ച് സ്പീക്കേഴ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന കുറേ പേരൊക്കെ ഈ അവാർഡിൻ്റെ സ്പീക്കേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരാവും. നമുക്ക് ഒരു എന്താ പറയുക, മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മീഡിയം പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ് അവാർഡിൻ്റെ സ്പീക്കേഴ്സ് മുഴുവൻ. അത് അവാർഡ് ആ കൂടി കുറച്ച് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും അത് ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസാണ് ഞാൻ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് അവാർഡിൻ്റെ 4 ഇഞ്ച് സ്പീക്കേഴ്സ് ഫുൾ റേഞ്ചാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ട് വന്നിട്ട് 20 വാട്ട് RMS 8 ohms. ഈ സെയിം ഐറ്റം തന്നെ 4 ohms 20 വാട്ട് RMS ഉള്ള സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. ഇത് 4 ഇഞ്ചിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ്. നല്ല ഫ്രെയിമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്, തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ചെയ്തെടുത്തിട്ടുള്ള ഫ്രെയിമാണ്. പേപ്പറായാലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അവാർഡിൻ്റെ തന്നെ 6 ഇഞ്ച് ഫുൾ റേഞ്ചാണ്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം ആയാലും പൗഡർ കോട്ടഡ് ഫ്രെയിമാണ് വരുന്നത്. ഇത് വന്നിട്ട് 8 ohms 30 വാട്ടാണ് അത് വരുന്നത്. ഇതിൽ തന്നെ 4 ohms 30 വാട്ടും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രെയിം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിം തന്നെ, പൗഡർ കോട്ടഡ് ഫ്രെയിമാണ്. പേപ്പറായാലും നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെയാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിലുള്ള കോണ് വന്നിട്ട് യെല്ലോ കളറാണ് വരുന്നത്. അത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു ക്വാളിറ്റി അല്ല, നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ഇട്ടാൽ നന്നായി. അപ്പോൾ ഇത് 6 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ. പിന്നെ വന്നിട്ട് 8 ഇഞ്ച് സ്പീക്കറാണ്. 8 ഇഞ്ച് സ്പീക്കർ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. പേപ്പറായാലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമും ആണ്. ഇതിൻ്റെ 40 വാട്ട് RMSും അതുപോലെ തന്നെ 4 ohms 8 ohms അവൈലബിൾ ആണ് ഈ സ്പീക്കർ. അപ്പോൾ ഇത് 8 ohmസിൻ്റെ സ്പീക്കർ. പിന്നെ അടുത്തത് വന്നിട്ട് 2 ട്യൂട്ടേഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. അവാർഡിൻ്റെ ട്യൂട്ടർ. ഇത് വന്നിട്ട് പീസോ ട്യൂട്ടറാണ്. AD106 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ അവാർഡിൻ്റെ. ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പീസോ ട്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ചെവിയിൽ കുത്തി തറയ്ക്കുന്ന രീതിയിലുള്ള അരോചകമായിട്ടുള്ള സൗണ്ടല്ല, ഉള്ള സൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടണത്. പീസോ ട്യൂട്ടറിൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഈ ഒരു ട്യൂട്ടറിൽ നമുക്ക് കിട്ടണത്. ഇതും അവാർഡ് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ വന്നിട്ട് കുറച്ച് റേഞ്ച് കൂടിയിട്ടുള്ള ട്യൂട്ടറാണ് അവാർഡിൻ്റെ നിയോഡിയൻ ട്യൂട്ടർ. ഇത് കുറച്ച് റേഞ്ച് കൂടുതലാണ്. ഇതിൻ്റെ വാട്ട് വന്നിട്ട് ആ കൂടി 15 വാട്ട് 6 ohm ആണ് ഇതിൻ്റെ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ട്യൂട്ടറാണ്, അവാർഡിൻ്റെ നിയോഡിയൻ ട്യൂട്ടറാണ്. ഈ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ യൂണിവേഴ്സൽ ഓഡിയോ തൃശ്ശൂർ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് കൊറിയർ അയച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം. അല്ലാത്തവർക്ക് നേരിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങണവർക്ക് അങ്ങനെയും വാങ്ങാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പരമാവധി. ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുത്തുനിന്ന് വരില്ല. ഷോപ്പിലാകുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുത്തുനിന്ന് വരില്ല. അപ്പോൾ പരമാവധി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.